നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമാന പ്രൊജക്ടുകളിൽ ഒന്ന് തന്നെയാണ് കാശി തമിഴ് സംഗമം. എന്തായാലും ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും 1400ഓളം പൗരപ്രമുഖർ പങ്കെടുത്ത കാശി തമിഴ് സംഗമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കാശിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് എത്തുകയാണ് എന്നാണ് മോദി വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, കാശിയിലും തമിഴ്നാട്ടിലുമുള്ള ജനതയ്ക്ക് വലിയ ഹൃദയബന്ധമുണ്ട് എന്നും നിങ്ങൾ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കാശിയുടെ രുചി സംസ്കാരവും ഓർമ്മകളും എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടാവണമെന്നുമൊക്കെ വളരെ വികാരഭരിതനായി തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒരേ കുടുംബത്തിലുള്ള അംഗങ്ങൾ തന്നെയാണ്. നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതായിരിക്കണം എന്നുകൂടി പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോദിക്ക് പെട്ടെന്ന് എന്താണ് ഒരു തമിഴ് പ്രേമം എന്ന ചോദ്യം ഇവരുടെ രണ്ടാം ടേം മുതൽ 2019 അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ചോദ്യം കൂടിയാണ്. നമുക്കറിയാം, നേരത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ മതവും ജാതിയും തന്നെയായിരുന്നു. അങ്ങനെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരം പങ്കുവച്ചത്, അല്ലെങ്കിൽ ജനങ്ങളെ കയ്യിലെടുത്തിരുന്നത്. പക്ഷെ പിന്നീട് അത് പ്രാദേശികവാദത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി സാക്ഷ്യം വഹിക്കാനായി. പ്രധാനമായും സൗത്ത് ഇന്ത്യയിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രാദേശികവാദത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നത്. ദ്രവീഡിയൻ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തമിഴകത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അവിടെ അധികാരം പിടിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ടിരുന്ന DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ് മോദി ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളിലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാശി തമിഴ് സംഗമം തന്നെയാണ്. ഇതിനു മുൻപ് നമുക്കറിയാം, ചൈനീസ് പ്രസിഡന്റായ ഷി ജിൻപിങ്ങും ഒത്ത് അദ്ദേഹം ഉച്ചകോടി നടത്തിയത് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തായിരുന്നു. അദ്ദേഹം പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പോലും തിരുക്കുറലിൽ നിന്നുള്ള ചില വാചകങ്ങളൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഈ തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികൾക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ ഭരിക്കുന്ന DMK സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. കാരണം BJPയെ കുറിച്ച് പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ ഉത്തരേന്ത്യൻ പാർട്ടി എന്നതായിരുന്നു. പക്ഷെ പതിയെ BJPയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി അത്തരത്തിലുള്ള ഒരു ഇമേജ് മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാദേശികവാദത്തിന് വലിയൊരു പരിധി വരെ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ വഴി തടയിടാനും മോദി ഭരണകൂടത്തിനും BJPക്കും സാധിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാലിനും DMKയും ഒക്കെ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന പ്രാദേശികവാദം പൊളിച്ചെടുക്കുക എന്നത് തന്നെയാണ് മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ പ്രാദേശികവാദം ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിലേക്ക് എത്തിച്ചേരാനാവൂ എന്ന ബോധ്യം കൂടി മോദി സർക്കാരിനുണ്ട്. തീർച്ചയായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് പ്രതിഫലിക്കുമെന്നുകൂടി BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.